ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാസർ അൽ ഖയാത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ചെന്നൈയിൻ എഫ് സിയുടെയും അതുപോലെ മുംബൈ സിറ്റി എഫ് സിയുടെ മുൻ താരമായിരുന്നു അദ്ദേഹം, സൂപ്പർ താരമായിരുന്നു. ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി അവരുടെ ഒരു മോശം സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അല്ലെങ്കിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ചു, ACL വന്ന് ഗോളടിച്ചു. സോ അത്യാവശ്യം മികച്ചൊരു പെർഫോമൻസ് എന്ന് തന്നെ പറയണം മുംബൈ സിറ്റി എഫ് സിയിലും. പിന്നെ ചെന്നൈയിൻ എഫ് സിയിൽ കളിച്ചത്രത്തോളം പെർഫോമൻസ് വരാത്തതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സി അദ്ദേഹം അധികം നാൾ തുടർന്നില്ല. പിന്നെ എന്തായാലും എന്തുകൊണ്ടാണ് ഒരു ISL ക്ലബ്ബ് അദ്ദേഹത്തെ എടുക്കാത്തതെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. അതിനുള്ള കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏജ് ആയിരിക്കാം. ഏതാണ്ട് 37 വയസ്സോളം ഉണ്ട് അദ്ദേഹത്തിന്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടിലെ, അതായത് നെതർലാൻഡിൽ തന്നെ ഒരു 4th ഡിവിഷൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. കൊസാക്കൻ ബോയ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം അദ്ദേഹം തന്നെയാണ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ല ഏജും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, അദ്ദേഹത്തിൻ്റെ സാലറി കുറച്ച് കൂടുതലുമാണ്. അതാണ് ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് കുറച്ച് പ്രശ്നമാകുന്ന കാര്യം. ഏജ് പ്ലസ് സാലറി രണ്ട് കൂടുതലാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് സെസ്സിയുടെ റഷ്യൻ വിങ്ങറായ എവിഗ്നി കോസ്ലോവ് മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. കസാഖിസ്ഥാൻ ഫസ്റ്റ് ക്ലബ്ബ് ഷക്തർ എന്ന് പറയുന്നൊരു ക്ലബ്ബിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം അദ്ദേഹത്തെ മുംബൈ സിറ്റി എഫ് സിന്ന് മുഹമ്മദ് സെസ്സി നേരത്തെ തന്നെ പുറത്തേക്ക് വിട്ടിരുന്നു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തു. നമുക്കറിയാം മുഹമ്മദ് അനസിൻ്റെ ആ ഒരു I-ലീഗ് വിജയത്തിന് വളരെ വലിയൊരു പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. സോ എന്തായാലും അദ്ദേഹം ഒരു ടോപ്പ് ടയർ, കസാഖിസ്ഥാനിലേക്ക് ഒരു ടോപ്പ് ടയർ ക്ലബ്ബിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിഹാൽ സുധീഷുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നിഹാൽ സുധീഷ് മറ്റൊരു ക്ലബ്ബിൽ ലോണിൽ പോകുമെന്നത്, പഞ്ചാബ് എഫ് സിയിലേക്ക് ലോണിൽ പോകുമെന്ന്. എന്തായാലും അത് തന്നെ നടന്നിരിക്കുകയാണ്. പഞ്ചാബ് എഫ് സിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ ലോണിൽ പോയിരിക്കുകയാണ്. അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തന്നെ അറിയിച്ചിരിക്കുകയാണ്. സോ ഗുഡ് ലക്ക് ടു നോവാസുദ്ദീൻ, നിഹാൽ സുധീഷ്. സോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഒരു ഗുഡ് ലക്ക് നേരുക.